യുഎഇയിലെ മറ്റ് എമിറേറ്റ്സുകളിൽ നിന്നും ഈ അബുദാബി പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ വിമാന സർവീസുകളുണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദുബായിലേക്ക് വരേണ്ട വിമാനങ്ങൾ അങ്ങനെയുള്ള വിമാനത്താവളങ്ങളിലേക്ക് ഒന്നുകിൽ അബുദാബി അല്ലെങ്കിൽ ഷാർജ, ഫുജൈറ, റാസൽ ഖൈമ അവിടത്തേക്കൊക്കെ തിരിച്ചുവിടുകയായിരിക്കും ചെയ്തിട്ടുണ്ടാകുക. കാരണം ദുബായിൽ ഇപ്പോൾ വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ കഴിയില്ല. ദുബായിൽ നിന്ന് വിമാനങ്ങൾ ടേക്ക് ഓഫ് രണ്ടും ഇവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റ് വിമാനത്താവളങ്ങളെയും ഒന്നും ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ബാധിച്ചിട്ടില്ല. മാത്രമല്ല ദുബായിൽ തന്നെ മറ്റൊരു വിമാനത്താവളം കൂടിയുണ്ട്, ജബൽ അലിയിലെ അൽ മക്തും അന്താരാഷ്ട്ര വിമാനത്താവളം. അങ്ങോട്ടും വിമാനങ്ങൾ തിരിച്ചുവിടുന്നുണ്ട്. ഏതായാലും ദുബായിൽ നിന്നും യാത്ര പുറപ്പെടേണ്ടവർക്ക് പ്രതിസന്ധി ഉണ്ടാകും. അത് ഉടനെ അത് സാധ്യമാകില്ല. നേരെ മറിച്ച് ദുബായിലേക്ക് വരുന്ന വിമാനങ്ങൾ സമീപത്തെ വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചുവിട്ടിട്ടുണ്ട്. ഈ സൗദിക്ക് നേരെയും കഴിഞ്ഞ രാത്രിയിൽ ഇറാൻ ആക്രമണം ഉണ്ടായിരുന്നില്ല. യുഎഇയും സൗദിയും സംയുക്തമായി ഈ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്, അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടല്ലോ. അതേപറ്റി കൂടി സുരേഷ്. തീർച്ചയായും. കാരണം ഇന്നലെ രാത്രിയാണ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ടെലിഫോണിൽ സംസാരിച്ചത്. കാര്യമായി തന്നെ ഇരു നേതാക്കളും ഈ മേഖലയിലെ സംഘർഷം, ഇപ്പോഴത്തെ അവസ്ഥ, അതൊക്കെ തന്നെ ചർച്ച ചെയ്തു. സൗദി അറേബ്യക്ക് നേരെ ഇന്നലെ നിരവധി തവണ ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. തൊട്ട് മുൻപത്തെ ദിവസവും റിയാദിലടക്കം മിസൈൽ ആക്രമണ ശ്രമങ്ങളൊക്കെ നടക്കുകയും ചെയ്തു. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഇരു നേതാക്കളും ഭരണകർത്താക്കളും തമ്മിൽ ചർച്ച നടത്തിയത്. അതോടൊപ്പം തന്നെ യുഎഇ പ്രസിഡന്റിനെ മറ്റ് GCC രാജ്യങ്ങളിൽ നിന്നുമുള്ള ചില ഭരണകർത്താക്കൾ കൂടി വിളിക്കുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ വിമാനത്താവളത്തിലേക്ക് അടക്കം നേരിട്ട് ആക്രമണം നടത്തുന്നത് തീർച്ചയായും വലിയ ഗൗരവത്തോടു കൂടിയാണ് ഈ ഗൾഫ് രാജ്യങ്ങൾ കാണുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന പോലെ ഇത്രയ്ക്ക് സംയമനം പാലിച്ചാൽ മതിയോ എന്നൊക്കെയുള്ള ഒരു സംശയമൊക്കെ ഉണ്ട്. ഏതായാലും ഗൾഫ് രാജ്യങ്ങൾ അക്കാര്യത്തിൽ ഒരു കൂടിയാലോചന നടത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇനി എങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ഇപ്പോൾ GCCയിലെ ഒമാൻ ഒഴികെയുള്ള മറ്റ് പല രാജ്യങ്ങളിലും ഇന്നലെ രാത്രി ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണ ശ്രമങ്ങളും ഒക്കെ ഉണ്ടായി.